UDF നേതാക്കൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ് KM മാണിയും കേരള കോൺഗ്രസും കരുക്കൾ നീക്കിയത്. ഇനി എന്ത് നിലപാടാണ് കേരള കോൺഗ്രസിനോട് UDF എടുക്കുക എന്ന ചോദ്യത്തിന് മുന്നണി യോഗത്തിന് ശേഷം വ്യക്തമായ ഉത്തരം കിട്ടും. UDF വിട്ടതിന് തൊട്ടു പിന്നാലെ തന്നെ ഉമ്മൻചാണ്ടി ഒഴികെയുള്ള മുഴുവൻ കോൺഗ്രസ് നേതാക്കളും അതിരൂക്ഷമായ വിമർശനങ്ങളാണ് മാണിക്കെതിരെ തൊടുത്തത്. UDFിലെ രണ്ടാമത്തെ കക്ഷിയായ മുസ്ലിം ലീഗ് മാണിയെ തള്ളിപ്പറഞ്ഞിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. ഈ സാഹചര്യത്തിൽ മാണിക്കെതിരായ നിലപാട് കോൺഗ്രസിന്റെ മാത്രം താൽപര്യത്തിൽ UDFിന് എടുക്കാനാവില്ല. പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിച്ച് കേരള കോൺഗ്രസ് എമ്മിനെ തിരിച്ചു കൊണ്ടുവരാമെന്ന വിശ്വാസം ലീഗിനുണ്ട്. പക്ഷേ മാണിയോടുള്ള നിലപാട് കടുപ്പിക്കണമെന്ന കാര്യത്തിൽ കോൺഗ്രസിനൊപ്പമായിരിക്കും മുന്നണിയിലെ മറ്റു കക്ഷികൾ. ഇതിനിടെ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ മാണിയുമായി ഒരു ബന്ധവും പാടില്ലെന്ന നിലപാട് UDF എടുക്കണമെന്ന ആവശ്യം ചില കോൺഗ്രസ് MLAമാർ മുന്നണി നേതൃത്വത്തെ അറിയിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മാണിയുമായുള്ള ബന്ധം UDF എത്രയും വേഗം പിരിയണമെന്ന ആവശ്യം വിഭാഗം ഇന്നലെ തന്നെ ഉയർത്തിയിട്ടുമുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം.